ഹലോ, നല്ല നമസ്കാരം. കളം കാവൽ. ഇത് ഒരുപക്ഷെ ഈ സിനിമ പെർഫോമൻസ് കൊണ്ട് വളരെ ഹെവി സാധനമാണ്. തീർച്ചയായും ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈല്, അതോടൊപ്പം തന്നെ പെർഫോമൻസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കളറിങ്, കുറേ കിടിലം ഷോട്ടുകൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് വളരെ മനോഹരമായി തന്നെ ഈ സിനിമയിൽ ആസ്വദിക്കാനും കഴിയുന്നുണ്ട്. ആദ്യം തന്നെ ഈ സിനിമ സൈനൈഡ് മോഹൻ മാസ്റ്റർ അല്ലെങ്കിൽ സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന അധ്യാപകൻ്റെ കഥ അറിയുന്നവർക്ക് ഒരുപക്ഷെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് തന്നെ ലാഗ് ഫീൽ ചെയ്യാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. എനിക്ക് നന്നായിട്ട് തന്നെ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ ഹെവി സാധനമാണ്, വളരെയധികം ഫാസ്റ്റുമാണ് സംഭവം. കാരണം സെക്കൻഡ് ഹാഫിലാണ് ശരിക്കുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ ആ ഓറയ്ക്ക് മുമ്പിൽ ഒരുപക്ഷെ വിനായകന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആ ഒരു സാധനമുണ്ട്. ഓരോ പെണ്ണിനെയും എങ്ങനെയാണ് തൻ്റെ വരുതിയിലേക്ക് വരുത്തുന്ന ആ ഒരു പ്രത്യേക സ്റ്റൈല്, ഒരു മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ആക്ടിങ്ങിലൂടെ അതിനെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു രീതി മമ്മൂട്ടിയെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഇതിൻ്റെ ഇൻ്റർവ്യൂവിലെ ബ്ലോക്ക് ഉണ്ടല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനം. നമ്മൾ റിയൽ സ്റ്റോറിയിൽ അറിയുന്ന സൈനൈഡ് മോഹൻ്റെ സ്റ്റോറി അറിയുന്നവർക്ക് ഒരുപക്ഷെ ഇത് ബോറടിക്കും എന്ന് തോന്നുന്നിടത്തു നിന്നും ഇൻ്റർവ്യൂവിലെ ബ്ലോക്കിൽ ഒരു ട്വിസ്റ്റ് വച്ച് നമ്മളെ മൊത്തത്തിൽ കൺഫ്യൂസ് ആക്കി കളഞ്ഞു. ഇതിൽ ശരിക്കും നായകൻ ആരാണ്, വില്ലൻ ആരാണ് എന്നുള്ള ഒരു സംശയം വരുത്തുന്ന വിധത്തിൽ ഇടയ്ക്ക് ഒരു എലിയുടെ ഒരു കഥ വിനായകൻ പറയുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഞാൻ പോലും ചിന്തിച്ചു പോയി, ഇനി ഇതിൽ ആരാണ് ശരിക്കുള്ള വില്ലൻ? വിനായകനാണോ അതോ മമ്മൂട്ടിയാണോ ഇതിലെ ശരിക്കുള്ള വില്ലൻ എന്ന് പറഞ്ഞ് പോലും സംശയിക്കുന്ന വിധത്തിലാണ് ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോറിയെ തന്നെ ഒരു 7 പാർട്ടായിട്ട് ഓരോ സെക്ഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സാധനം. പിന്നെ ഒരു ഹോണ്ടയുടെ ഒരു കാറ്, പിന്നെ ഒരു വാക്മാൻ, പിന്നെ നോക്കിയയുടെ പഴയകാല സെറ്റും, ഈ ഒരു സാധനവും, പിന്നെ തമിഴിലെ കുറേ പാട്ടും. അതിലൊരു പാട്ടുണ്ട് മോനെ, ആ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻട്രലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്ന ഒരു സാധനമാണ് അതിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുറേ കളർ പാറ്റേൺ, കുറേ സീനുണ്ട്. അദ്ദേഹം ചിത്രങ്ങൾ വരയ്ക്കുന്ന കുറേ സീന്, അതിൻ്റെ കളർ പാറ്റേൺ വെരി ഡിഫറൻറ്റ്. അതോടൊപ്പം തന്നെ കുറേ നൈറ്റ് ഷോട്ടുകൾ, അതോടൊപ്പം തന്നെ ലോങ് ഷോട്ട്, ടോപ്പ് ഷോട്ട്, അങ്ങനെയുള്ള കുറേ ഷോട്ടുകളും ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇതിൽ വിനായകനെ കെട്ടിയിട്ട ഒരു പട്ടിയെ പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അദ്ദേഹം ഒരു കൂർമ്മ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ക്ലൈമാക്സിലെങ്കിലും അദ്ദേഹത്തിനൊന്ന് പൂന്ത് വിളയാടാൻ വിടേണ്ടതായിരുന്നു എന്നുള്ള ഒരു സജഷൻ കൂടി എനിക്കുണ്ട്. ഇതിൻ്റെ സംവിധായകൻ അദ്ദേഹത്തെ കെട്ടിയിട്ടാണ് ആക്ട് ചെയ്യിപ്പിച്ചത് എന്ന് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നായകന് പൂന്ത് വിളയാടാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമെന്നല്ല ഞാൻ പറയുന്നത്. പെർഫോമൻസ് കിടിലമായിരുന്നു. മമ്മൂട്ടിയോടൊപ്പം തന്നെ ഒരേ തുലാസിൽ നിൽക്കുന്ന ഒരു സാധനം. പക്ഷേ മമ്മൂട്ടിയുടെ ഓറ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. കുറേ സിഗരറ്റ് വെച്ചിട്ട് കുറേ സാധനങ്ങൾ അദ്ദേഹം പെർഫോമൻസിലൂടെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ പെണ്ണിനെയും എങ്ങനെയാണ് മയക്കിയെടുക്കുന്നത് എന്നുള്ള ആ ഒരു ലവ് ട്രാക്ക് എന്ന് പറയുന്ന സാധനം അദ്ദേഹം ബിൽഡ് ചെയ്തിരിക്കുന്ന രീതിയും, അതോടൊപ്പം തന്നെ ചിരിച്ചുകൊണ്ട് കൊല നടത്തുന്ന വളരെ വിഷം ഉള്ള ഒരു വലിയ ഒരു വിഷപ്പാമ്പാണ് എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഈ സിനിമയുടെ ഒരു പാറ്റേൺ തന്നെ വളരെ ഡിഫറൻ്റാണ്. കാര്യം സൈനൈഡ് മോഹൻ്റെ കഥ അറിയുന്നവരെ തന്നെ മൊത്തത്തിൽ കൺഫ്യൂസ് ആക്കുന്ന വിധത്തിലാണ് റിയൽ സ്റ്റോറിയെ മെയിനായിട്ട് വെച്ചുകൊണ്ട് ബാക്കി എല്ലാം തന്നെ സിനിമാറ്റിക് മൂഡിലേക്ക് മാറ്റാൻ ഇതിൻ്റെ സംവിധായകനും അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം മുജീബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എൻ്റെ അമ്മേ, കുറേ സീനുണ്ട് കേട്ടോ, കുറേ സീനുണ്ടെന്ന് വെച്ചാൽ കുറേ സീനുണ്ട്. ഭയങ്കര ഹൈ സാധനമാണ്. വിനായകൻ അദ്ദേഹത്തിൻ്റെ മോളുമായിട്ട് ഒരു പഞ്ച് പിടിക്കുന്ന ഒരു സീനുണ്ട്. സീൻ പിടിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഹെവി മ്യൂസിക് ഉണ്ട്. അപ്പോഴാണ് ഈ സിനിമയുടെ മൊത്തത്തിൽ ഈ സിനിമയെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ആ ഒരു ഹെവി മ്യൂസിക്. അവിടെ നിന്നാണ് സിനിമ മൊത്തത്തിൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കാതെ ഭയങ്കര ഹൈ ആയിട്ട് പോകുന്ന സാധനം.
ചിത്രം വരയ്ക്കുന്ന ഒരു സീനുണ്ട്. മമ്മൂട്ടിയുടെ സീനുണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊരു ചിത്രം വരയ്ക്കുന്ന സീനുമുണ്ട്. അങ്ങനെ മമ്മൂട്ടിയുടെ ആ ചിത്രം വരയ്ക്കുന്ന അതിൻ്റെ ഹെവി ആയിട്ടുള്ള ഒരു മ്യൂസിക്, ഒരു രക്ഷയില്ലാത്ത സാധനം. അങ്ങനെ മൊത്തത്തിൽ ഇത് പെർഫോമൻസ് കൊണ്ട് കിടിലമാക്കിയിട്ടുണ്ട്, മേക്കിംഗ് കൊണ്ട് കിടിലമാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണ് ഞാനിത് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗുണ്ടായിരുന്നു. രണ്ടാമതെന്ന് പറയുന്നത് ഇതിൻ്റെ നായകനും പ്രതിനായകനും ഇവർ രണ്ടുപേരും ഈ കഥയ്ക്ക് ആപ്റ്റല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന നായികമാർ, ഒരു ലോഡ് നായികമാരുണ്ട്. ഈ ഒരു ലോഡ് നായികമാരെയും ഇവരോടൊപ്പം മാച്ചാകുന്ന രീതിയിൽ ആയിരിക്കണമായിരുന്നു സെലക്ട് ചെയ്യേണ്ടത്. അതിൽ കുറച്ച് പേരൊക്കെ ഈ കഥാപാത്രം മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് മാച്ചാണ്. പക്ഷേ ചിലരൊക്കെ വളരെ യങ്ങായിട്ട് തോന്നിയത് കൊണ്ടും ഇതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിവാഹം കഴിച്ചവർ, വിവാഹമോചിതർ, അതല്ലെങ്കിൽ പിന്നെ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്തവർ, അങ്ങനെയുള്ള കുറേ പേരെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ഈ മമ്മൂട്ടിയുടെ ക്യാരക്ടറുമായിട്ട് ഒട്ടും മാച്ചാകുന്നില്ല. മമ്മൂട്ടിയുടെ പ്രായം കൃത്യമായിട്ടും ഇതിൽ പല സ്ഥലത്തും ഒരു വില്ലനായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിനായകന് അഴിഞ്ഞാടാൻ വേണ്ടി അദ്ദേഹം മസിൽ പിടിച്ച് അഭിനയിച്ചു. ഓക്കെ, തുടക്കത്തിലൊക്കെ ഓക്കെയാണ്, അദ്ദേഹത്തെ കണ്ടപ്പോൾ ഓക്കെ. പക്ഷേ ആ ലാസ്റ്റ് പാർട്ടിലെങ്കിലും അദ്ദേഹത്തിന് ഒരു കിടിലം, അദ്ദേഹത്തിന് ഒരു പ്രത്യേക വിളിപ്പേരുണ്ട്. ആ വിളിപ്പേര് ഞാൻ റിലീവ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിനൊരു വിളിപ്പേരുണ്ട്. ആ വിളിപ്പേരിനനുസരിച്ചിട്ടെങ്കിലും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതായിരുന്നു. നായകൻ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ വില്ലനെ കീഴ്പ്പെടുത്തുന്നതായിട്ട്, എന്നെ നിങ്ങൾ കീഴ്പ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആ രീതിയിലായിപ്പോയി എന്നുള്ള ഒരു ഇതുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനമാണ്. ആ ക്ലൈമാക്സ് ഭയങ്കര ഹെവി സാധനമായിരുന്നു. ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രഡിക്റ്റബിൾ ആണ്. കാരണം ഈ കഥ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം പ്രഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതിൽ ആ സസ്പെൻസ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിൽ എന്തോ സംതിങ് റോങ് ആണ് എന്നെനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം നമുക്ക് അറിയാവുന്ന കഥയായതുകൊണ്ട് മാത്രമാണ്. എന്തായിരുന്നാലും ഇതിൽ പെർഫോമൻസ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ പോലും ഇതിൽ സംഭവിച്ചിട്ടുള്ളത് വിനായകനും മമ്മൂട്ടിയും ഈ സിനിമയ്ക്ക് ഒട്ടും, ഈ കഥയ്ക്ക് യോജിച്ച വ്യക്തികളായിരുന്നില്ല, കഥാപാത്രങ്ങൾക്ക് ഒട്ടും യോജിച്ച വ്യക്തികളായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വയ്ക്കുവാനുള്ളത്. എന്തായിരുന്നാലും സിനിമ വെറും 2 മണിക്കൂർ 19 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറേ സമയം വിനായകനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ എന്തോ ബ്രേക്കാകുന്നു. ഈ ലാഗ് വന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് മൊബൈലൊക്കെ ഒന്ന് എടുത്തു നോക്കാൻ പോലും തോന്നി. പക്ഷെ അപ്പോഴാണ് ഇടയ്ക്ക് ചാപ്റ്റർ നമ്പർ ഇട്ട് ഓരോ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുമ്പോൾ പെട്ടെന്ന് ഓക്കെയാണ്. തുടക്കത്തിൽ കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഒരു വാക്മാൻ വച്ചിട്ട് അതിൻ്റെ ചുറ്റിലും കുറേ സാധനങ്ങൾ കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കൊലപാതകത്തിൻ്റെ ആ പാറ്റേൺ എല്ലാം തന്നെ ഒരേ രീതിയിലാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതായത് സൈനൈഡ് മാത്രമല്ല, കുഞ്ചൻ്റെ സഹായത്തോടു കൂടി ഈ കൊലപാതകത്തിൻ്റെ രീതി ഒന്ന് മാറ്റുന്നു. പക്ഷേ സംഭവിക്കുന്നതെല്ലാം സെയിം സാധനമാണെന്നേ ഉള്ളൂ. അതിൽ ഉള്ള ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെ പല ഫീമെയിൽ ക്യാരക്ടേഴ്സിനും ഒരു ഡെപ്ത് ഇല്ലാതെ ചെറിയ ചുരുക്കി വളരെ വിശാലമായിട്ട് ചെയ്യേണ്ട ഒന്നും തന്നെ അതിൽ ആകപ്പാടെ രജീഷ വിജയൻ മാത്രമാണ് അല്പമെങ്കിലും ലെന്ത് കൂടിയ ഒരു ക്യാരക്ടറായിട്ട് ഉള്ളത്. ബാക്കി എല്ലാവരും തന്നെ വളരെ ചെറിയ ക്യാരക്ടറായിട്ട് വന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൃത്യമായിട്ടും മറുപടി കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ട്. ഹോട്ടലിൽ കൊണ്ടുപോയി ഫോട്ടോ ID കാണിക്കുന്ന അതൊക്കെ എവിടെ നിന്ന് ഇങ്ങനെ വന്നു? അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എനിക്ക് പിന്നെ ചോദ്യങ്ങളായിട്ട് ഉയരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരു സിനിമയായിട്ടും എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുന്നത് ഒരിക്കലും നഷ്ടമാകില്ല. ഓക്കെ, താങ്ക് യു.